തേനീച്ച ദൂരെ ഒരിടത്ത് ധാരാളം തേനുള്ള ഒരു പൂമരം കണ്ടെത്തി അതിൽ നിന്നും തേനും പൂമ്പൊടിയുമായി അതിൻ്റെ കൂട്ടിലേക്ക് കോളനിയിലേക്ക് തിരിച്ചു വന്നാൽ എങ്ങനെയായിരിക്കും ഒട്ടും തെറ്റാതെ കൃത്യമായിട്ട് ആ സ്ഥലം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക? നമ്മളിന്ന് ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിക്കുന്നത് പോലെ GPS സംവിധാനത്തിൻ്റെ കൃത്യതയോടെ മറ്റ് വേലക്കാരി തേനീച്ചകൾക്ക് ഈ വിവരം കൃത്യമായിട്ട് കൈമാറുന്നത് എങ്ങനെയായിരിക്കും എന്നത് വലിയൊരു പ്രഹേളികയായിരുന്നു. എന്നാൽ ആ രഹസ്യം ഒരു എട്ടിൻ്റെ പണിയാണെന്നും കോഡുകൾ നിറഞ്ഞ ഒരു പ്രത്യേക ഡാൻസ് വഴിയാണ് തേനീച്ച ആ വിവരം മറ്റുള്ളവർക്ക് കൈമാറുന്നതെന്നും കാൾ വോൺ ഫിഷ് എന്ന ആസ്ട്രിയൻ ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. അദ്ദേഹത്തിന് 1973 നൊബേൽ പുരസ്കാരം നേടിക്കൊടുത്തത് ഈ ആശയവിനിമയ തന്ത്രം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞതിനും തെളിയിച്ചതിനുമാണ്. തേനീച്ചക്കൂട്ടിലെ റാണി മാത്രമാണല്ലോ ഇണചേർന്ന് മുട്ടയിടുന്നത്. അതിനായി കന്യകയായ രാജകുമാരി തേനീച്ച ഒരു നാൾ കൂട്ടിൽ നിന്നിറങ്ങി ഒരു വിവാഹ പറക്കൽ നടത്തും. ഒരുതരം സ്വയംവര പറക്കൽ. മറ്റു കൂടുകളിൽ നിന്നുള്ള കോളനികളിൽ നിന്നുള്ള ആൺതേനീച്ചകൾ, മടിയന്മാർ എന്നാണ് അവരെ വിളിക്കുക. അവരെ ഡ്രോണുകൾ എന്നും വിളിക്കും. അവർ തമ്പടിച്ച ഇടത്തൂടെയാണ് അതിവേഗതയിൽ ഫിറമോൺ ചുരത്തി ജെറ്റ് പോകും പോലെ പറന്നു പോവുക. ഫിറമോൺ ഗന്ധത്തിലൂടെ ഇത് തിരിച്ചറിഞ്ഞ് അവിടെയുള്ള ആൺ ഡ്രോണുകൾ ഒക്കെ ഇതിന് പുറകെ വെച്ച് പിടിക്കും. റാണിയുടെ വേഗതക്കൊപ്പം പറന്നെത്തുന്ന ഏറ്റവും ഉഷാറുള്ള ഡ്രോണന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും ആരോഗ്യവാനായ ആൺതേനീച്ചയുമായി ആകാശത്ത് വെച്ച് തന്നെ ഇണചേരൽ നടക്കും. അതിശക്തമായിട്ടുള്ള ഇണചേരൽ എന്ന് പറയാം. ബീജസഞ്ചി മുഴുവനായും പെൺ തേനീച്ചക്കുള്ളിലേക്ക് അകംപുറം മറിയും വിധത്തിൽ ഇടിച്ച് കടത്തിയാണ് ഇണചേരൽ. ഒരു പൊട്ടൽ ശബ്ദം താഴെ നിന്നുവരെ നമുക്ക് കേൾക്കാം. അതോടെ ആ മൊത്തം ഭാഗം പറിഞ്ഞു മാറി ആൺതേനീച്ച തെറിച്ചു വീഴും, ചത്തുപോകും. ഒരു ഇണചേരലോടെ ആൺതേനീച്ചയുടെ ജന്മദൗത്യം പൂർത്തിയാകും. അപ്പോൾ തേനീച്ചകളുടെ നമുക്കധികം പരിചയമില്ലാത്ത ഗൂഢലോകത്തെക്കുറിച്ചാണ് പുതിയ വീഡിയോ. സ്വാഗതം. തേനീച്ചകളാണ് മനുഷ്യർ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത, സ്വന്തം ആവശ്യത്തിനായിട്ട് വളർത്തിയ പ്രാണികളിലൊന്ന്. മനുഷ്യർ സ്വന്തം ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് ജീവികളെ, മൃഗങ്ങളെ, പ്രാണികളെ, സസ്യങ്ങളെ ഒക്കെ നിയന്ത്രിച്ച് വളർത്തുന്ന സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി നമുക്ക് അനുകൂലമായവയെ സൃഷ്ടിച്ച പരിപാടിയാണ് ഡൊമസ്റ്റിക്കേഷൻ. ജീവികളുടെ സന്തതി പരമ്പരകളിൽ നിന്ന് നമുക്ക് വേണ്ട ഗുണങ്ങൾ യാദൃശികമായി ജനിതക വ്യതിയാനം വഴി സംഭവിച്ചവയെ, ലഭിച്ചവയെ തിരഞ്ഞെടുത്ത് ഇണചേർത്ത് വർഷങ്ങളിലൂടെ പുതിയ ഇനം ജീവികളെ ഉണ്ടാക്കുന്ന പ്രക്രിയയാണല്ലോ ഡൊമസ്റ്റിക്കേഷൻ. പലതരം ഇണക്കലും മെരിക്കലും ഒക്കെ അതിൽപ്പെടും. കൃഷിയും അതിൽപ്പെടും. ഏകദേശം 8000 വർഷം പഴക്കമുള്ളതായി കണക്കാക്കുന്ന സ്പെയിനിലെ ചില ഗുഹാചിത്രങ്ങളിൽ മനുഷ്യർ കാട്ടുതേനീച്ച ശേഖരിക്കുന്ന ദൃശ്യങ്ങൾ വരച്ചു ചേർത്തിട്ടുണ്ട്. അതിനും മുമ്പേ, നമ്മൾ കൃഷി ആരംഭിക്കുന്നതിനു മുമ്പേ തന്നെ തേൻ ശേഖരിച്ച് ഭക്ഷണമാക്കിയിട്ടുണ്ടാകും. 4500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഇന്ന് അപ്പിക്കൾച്ചർ എന്ന് പേരിട്ട് വിളിക്കുന്ന തേനീച്ച വളർത്തൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഈജിപ്തിൽ മരുന്നായും ഭക്ഷണമായും മൃതശരീരങ്ങൾ എംബാം ചെയ്യാനായും ഒക്കെ തേൻ ഉപയോഗിച്ചിരുന്നു. എങ്കിലും അന്നൊക്കെ നമ്മൾ ആശ്രയിച്ചിരുന്ന തേനീച്ചകളിൽ വന്യത പോയിട്ടുണ്ടായിരുന്നില്ല. ഋഗ്വേദത്തിലും ചരകസംഹിതയിലും ഒക്കെ മധു കടന്നു വരുന്നുണ്ട്. അതായത് ലോകത്ത് മനുഷ്യർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു തേനീച്ചയും തേനും അതിൻ്റെ മെഴുകും ഒക്കെ. പണ്ടിവ കൂട് കെട്ടുന്ന മാളങ്ങളിലും മരക്കൊമ്പുകളിലും പാറയിടുക്കുകളിലും അവയെ മറ്റുള്ളവർ കരടിയും പരുന്ത് പോലുള്ള പക്ഷികളും ഒക്കെ ശല്യം ചെയ്യുന്നത് തടഞ്ഞ് തേനടയിൽ തേൻ നിറഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ മാത്രം അത് കൈക്കലാക്കിയാലേ കാര്യമുള്ളൂ എന്നൊക്കെ മനുഷ്യർക്കറിയാമായിരുന്നു. അതിനെ നമുക്ക് തേനീച്ച വളർത്തൽ എന്ന് പറയാനാവില്ല, ഒരു നിയന്ത്രണ ശ്രദ്ധ മാത്രം. 1814 ഉക്രൈനിലെ പെട്രോ പ്രൊപ്പക്കോവിച്ച് എന്ന ആളാണ് ആദ്യമായി പല തട്ടുകളുള്ള കൂടുകളിൽ ഇവയെ വളർത്തുന്ന രീതി തുടങ്ങിയത്. ലൊറൻസോ ലൊറൈൻ ലാങ്സ്ട്രോത്ത് എന്ന അമേരിക്കൻ പാതിരിയാണ് 1851 ഇന്ന് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള തേനീച്ചക്കൂടുകൾ ഡിസൈൻ ചെയ്തത്. ശാസ്ത്രീയമായ ബി സ്പേസ് എന്നൊരു മാന്ത്രിക അളവ് വിട്ടുകൊണ്ടുള്ള ഫ്രെയിമുകൾ വെച്ച കൂടുകൾ ഉണ്ടാക്കിയത്. തേനടകൾ നമുക്ക് പരിശോധിക്കാനാവുന്ന വിധത്തിൽ, എടുത്തു നോക്കാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരിച്ച് വളർത്താൻ പറ്റുന്ന മരക്കൂടുകൾ ഉണ്ടാക്കിയത്. ലാങ്സ്ട്രോത്ത് കൂടുകൾ എന്ന് വിളിക്കുന്ന അത്തരം കൂടുകളുടെ പരിപാലനത്തെക്കുറിച്ച് ദ ഹൈവ് ആൻഡ് ദ ഹണി ബി എന്നൊരു പുസ്തകം അദ്ദേഹം അക്കാലത്ത് എഴുതിയിരുന്നു. വളരെ പ്രചാരം നേടിയ ഒരു പുസ്തകമായിരുന്നു അത്. അമേരിക്കയിൽ കാര്യമായിട്ട് തേനീച്ച വളർത്തൽ ആരംഭിക്കുന്നത് അതിനെ തുടർന്നാണ്. അതിനാൽ തന്നെ തേനീച്ച വളർത്തലിൻ്റെ പിതാവായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ആ പുസ്തകം 40 എഡിഷനുകൾ പ്രസിദ്ധീകരിച്ചു. ഇപ്പോഴും ആ പുസ്തകം തേനീച്ച കൃഷിക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ്. തേനീച്ചകളെ ഇങ്ങനെ നമ്മൾ നിയന്ത്രിച്ച് വളർത്തുന്നതിന് എത്രയോ മുമ്പേ തന്നെ, 5000 വർഷം മുമ്പേ തന്നെ ചൈനയിൽ പട്ടുനൂൽ നിർമ്മാണത്തിന് വേണ്ടി നിശാശലഭങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു തുടങ്ങിയിരുന്നു. അവ പൂർണ്ണമായും നമ്മളെ ആശ്രയിച്ച് മാത്രം ജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ പൂർണ്ണമായും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ട ഒരു ജീവിയാണ്. അതിനാൽ തന്നെ വളർത്ത് പട്ടുനൂൽ പുഴു ശലഭങ്ങൾക്ക് ബോംബിക്സ് മോറി എന്നതിന് നമ്മുടെ സഹായമില്ലാതെ ഈ ഭൂമിയിൽ അതിജീവിക്കാൻ പറ്റില്ല. അതായത് വന്യതയിൽ കാട്ടിൽ അവയില്ല. നമ്മൾ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി ഉണ്ടാക്കിയ വളർത്ത് നിശാശലഭമാണ് ബോംബിക്സ് മോറി എന്ന ഡൊമസ്റ്റിക് സിൽക്ക് മോത്ത്. പക്ഷേ നമ്മുടെ വളർത്ത് തേനീച്ചകൾ അത്തരത്തിലുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഡൊമസ്റ്റിക്കേഷനിൽ എത്തിയിട്ടില്ല. നമ്മൾ കൂട് നിർമ്മിച്ചില്ലെങ്കിലും അവർക്ക് അതിജീവിക്കാനാവും. അതിനാൽ അവയെ സെമി ഡൊമസ്റ്റിക്കേറ്റഡ് എന്നാണ് പറയുക.
ഉറുമ്പുകൾ, കടന്നലുകൾ, ചിതലുകൾ തുടങ്ങിയ ഷഡ്പദങ്ങളിൽപ്പെട്ട ഒരു പ്രാണിയാണ് ബീകളും. ബീകളെ സൂചിപ്പിക്കാൻ മലയാളത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പദമില്ല. ഭൂമിയിൽ 7 കുടുംബങ്ങളിലായി 20,000-ലധികം ഇനം ബീകളുണ്ട്. അതിലൊന്നാണ് നമുക്കേറെ പരിചയമുള്ള ഹണി ബി എന്ന തേനീച്ചകൾ എന്ന് മാത്രം. സസ്യങ്ങളിലെ പരാഗണത്തിന് പ്രധാന സഹായികൾ ബീകളാണ്. കരിവണ്ടുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന, മൂളി പറക്കുന്ന, മുളന്തണ്ടുകൾ തുരക്കുന്ന കാർപ്പൻ്റർ ബീകൾ, ബമ്പിൾ ബീകൾ, ഒറ്റയായും സമൂഹമായും ജീവിക്കുന്ന പലതരം ബീകൾ ഇവരുടെ കൂട്ടത്തിലുണ്ട്. ബീകളുമായിട്ട് ബന്ധപ്പെട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേരിൽ ഒരു വളരെ പ്രചാരമുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്. ഇഫ് ദ ബീ ഡിസപ്പിയേഴ്സ് ഫ്രം ദ സർഫേസ് ഓഫ് ദി എർത്ത്, മാൻ വുഡ് ഹാവ് നോ മോർ ദാൻ 4 years ലെഫ്റ്റ് ടു ലീവ്. തേനീച്ചകൾ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായാൽ മനുഷ്യവർഗം പിന്നെ 4 വർഷത്തിലധികം അതിജീവിക്കില്ല എന്ന് ഇത്തരത്തിൽ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു മൊഴിമുത്ത്. പല തീവ്ര പരിസ്ഥിതി ക്യാമ്പുകളിലും പലരും ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന് ഒരു തെളിവുമില്ല, ഒരു രേഖകളുമില്ല. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറയാൻ സാധ്യതയുമില്ല. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം എവിടെ നിന്നോ പൊട്ടിപ്പൊളച്ച് പ്രചരിച്ച ഒരു മൊഴിമുത്താണത്. ബീകളും ശലഭങ്ങളും ചേർന്നാണ് ഭൂമിയിലെ സപുഷ്പി സസ്യങ്ങളിൽ 3/4 പങ്കിലും പരാഗണം നടത്തുന്നത്. അവരില്ലാതായാൽ സസ്യങ്ങളിലെ പരാഗണം നടക്കാതെയും ഫലങ്ങളും കായകളും വിത്തുകളും ഒന്നും ഉണ്ടാകാതെ അവയെല്ലാം കുറ്റിയേറ്റ് പോകാം. അവയെ ഭക്ഷണത്തിന് ആശ്രയിക്കുന്ന പലതരം ജീവികളും മനുഷ്യരും ഭക്ഷണമില്ലാതെ പട്ടിണിയായി കുറേ വർഷങ്ങൾ കൊണ്ട് ചത്തൊടുങ്ങിപ്പോയി ഇല്ലാതായി പോകും എന്ന് പേടിപ്പിക്കാനാവും ഇത്തരത്തിലുള്ള ഒരു കോട്ട് ജനിച്ചത്. പക്ഷെ എന്തായാലും ബീകളില്ലാതായാൽ 4 വർഷം കൊണ്ട് ഭൂമിയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഭൂമിയിലെ സസ്യങ്ങളുടെ, നമ്മൾ ഭക്ഷണത്തിന് ആശ്രയിക്കുന്ന പലതരം ധാന്യങ്ങളുടെയും പഴങ്ങളുടെയും ഒക്കെ പരാഗണത്തിൽ ബീകൾക്ക്, തേനീച്ചകൾക്ക് പ്രാധാന്യമുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് തേനീച്ചകളോ ബീകളോ മാത്രമൊന്നുമല്ല. പലതരം ബീകളുണ്ട്. അതിലൊരു തരമാണ് ഹണി ബി. പൂമ്പാറ്റകൾ, നിശാശലഭങ്ങൾ, കടന്നലുകൾ, വാവലുകൾ തുടങ്ങി പല ജീവികൾക്കും പരാഗണത്തിൽ പങ്കുണ്ട്. ജീവികളെ കൊണ്ട് ഒരു സഹായവുമില്ലാതെ പരാഗണം നടക്കുന്ന ധാരാളം സസ്യങ്ങളുണ്ട്. നെല്ലിലൊക്കെ പരാഗണം നടത്തുന്നത് കാറ്റാണ്. എന്തായാലും തേനീച്ചകൾക്ക്, ബീകൾക്ക് സസ്യപരാഗണത്തിൽ വലിയൊരു പങ്കുണ്ട്. അതിന് വംശനാശം വരാതെ നോക്കേണ്ടതുമാണ്. അതിനുവേണ്ടി ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ജൈവലോകത്തെ പരസ്പര ബന്ധങ്ങളെ പറ്റിയിട്ട് ശാസ്ത്രീയമായിട്ട് ആളുകൾക്ക് അറിവ് നൽകുകയാണ് വേണ്ടത്. പല കാരണങ്ങൾ കൊണ്ട്, മനുഷ്യരുടെ ഇടപെടൽ മൂലവും കാലാവസ്ഥാ വ്യതിയാനം മൂലവും ഇത്തരത്തിലുള്ള പല പ്രാണികളുടെയും എണ്ണം ഗണ്യമായിട്ട് കുറയുന്നുണ്ട്. അതിൽ ശാസ്ത്രലോകത്തിന് ആശങ്കയുണ്ട് എന്നുള്ളതും സത്യമാണ്. തേൻ, മെഴുക് തുടങ്ങിയവയൊക്കെ മനുഷ്യർ പുരാതന കാലം മുതലേ ശേഖരിച്ച് ഉപയോഗിച്ചു വരുന്ന വസ്തുക്കളാണല്ലോ. പ്രാണികളുടെ കൂട്ടത്തിൽ മനുഷ്യർക്ക് നേരിട്ട് ഏറ്റവും കൂടുതൽ സഹായം നൽകിയ പ്രാണി തേനീച്ചയാവും. സിൽക്ക് മൂത്തും അരക്ക് പ്രാണിയുമായിരിക്കും അതിന് തൊട്ട് താഴെ ഉണ്ടാവുക. നമുക്കിതുപോലെ ഉപകാരമുള്ള മറ്റു പ്രാണികളുടെ പേര്, ഉപദ്രവമുള്ള മറ്റു പ്രാണികളുടെ പേര് അറിയുന്നവർ അത് കമൻറ്റിൽ ചേർക്കുമല്ലോ. കോലരക്ക് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ അരക്ക് നിർമ്മിക്കുന്ന പ്രാണികളെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിനുണ്ട്. അത് കാണാത്തവർ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തേനീച്ചക്ക് ഹണി ബി എന്നാണോ ഹണി ബി എന്നാണോ എഴുതേണ്ടത് എന്നുള്ള ഒരു ആശയക്കുഴപ്പം എനിക്കൊക്കെ ചെറുപ്പത്തിൽ കാര്യമായിട്ടുണ്ടായിരുന്നു. കല്ലൻ തുമ്പിയെ ഡ്രാഗൺ ഫ്ലൈ എന്നും പൂമ്പാറ്റയെ, ചിത്രശലഭത്തെ നമ്മൾ ബട്ടർഫ്ലൈ എന്നുമാണല്ലോ വിളിക്കുന്നത്. ഇത്തരത്തിൽ ഈ വാക്കുകൾ കൂട്ടിച്ചേർത്താണോ രണ്ടായി പിരിച്ചാണോ എഴുതേണ്ടത് എന്നായിരുന്നു എനിക്ക് ചെറുപ്പത്തിലുള്ള സംശയം. തേനീച്ച ഒരു ബി ആണ്. എന്നാൽ തുമ്പിയും പൂമ്പാറ്റയും ഫ്ലൈ എന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി അല്ല. അതുപോലെ ഡ്രാഗണുമായിട്ടും ബട്ടറുമായിട്ടും അവർക്ക് യാതൊരു ബന്ധവുമില്ല. പേരിലുള്ള ഫ്ലൈ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടിപ്പിടിച്ച ഒരു പേരുണ്ടായത് അവർക്കൊക്കെ, ബട്ടർഫ്ലൈ എന്നും ഡ്രാഗൺ ഫ്ലൈ എന്നും. അതിനാൽ ഡ്രാഗൺ ഫ്ലൈ, ബട്ടർഫ്ലൈ എന്നൊക്കെയുള്ള വാക്കുകൾ വലിയ അർത്ഥമൊന്നുമില്ലാതെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ആ പേരുകളെ കീറി മുറിച്ച് പരിശോധിക്കരുത്. എന്നാൽ തേൻ തേടുന്ന ബി ആയതിനാൽ ഇതിനെ ഹണി ബി എന്നേ എഴുതാതൂ. എന്നാൽ തേനീച്ച എന്ന് പറയുന്ന പേരും ഒരു പ്രശ്നമാണ്. മലയാളത്തിൽ ഈച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഫ്ലൈ ആണ് നമുക്ക് ഓർമ്മ വരിക. ബി എന്നതിന് ശരിയായിട്ടുള്ള മലയാളം പേരില്ലതാണ്. അതിനാൽ ഫ്ലൈയും ബിയും ഒക്കെ മലയാളത്തിൽ ഈച്ച തന്നെ. തേൻ ബി എന്ന പേരിലൊരു രസമില്ലാത്തതിനാൽ തേനീച്ച എന്ന പേരിനെ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഈച്ച കുത്തി എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക തേനീച്ച കുത്തി എന്ന് തന്നെയാണ്. എന്നാൽ ഈച്ച എന്ന് മാത്രം പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ വന്നിരുന്ന് ശല്യം ചെയ്യുന്ന സാധാരണമായിട്ടുള്ള വീട്ടീച്ച, ഹൗസ് ഫ്ലൈ ആണ് താനും. വളരെയധികം വിഭാഗം ബീകൾ ഉണ്ടെങ്കിലും അതിൽ 43 സബ് സ്പീഷീസുകൾ ഉൾപ്പെടെ 8 തേനീച്ച സ്പീഷീസുകളാണ് ഇതുവരെയായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അവയിൽ ആക്രമണ സ്വഭാവം കുറഞ്ഞതും കൂടുകളിൽ ഒതുങ്ങി കൃഷിക്കാർ ഇണക്കി വളർത്തുന്നതുമായിട്ടുള്ള തേനീച്ചകളാണ് അപ്പിസ് സെറാന ഇൻഡിക്ക എന്ന ഇന്ത്യൻ തേനീച്ച. അതുപോലെ യൂറോപ്യൻ തേനീച്ചകളുമുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണമായിട്ട് കാണുന്ന ഇവർക്ക് ഞൊടിയൻ എന്നും പേരുണ്ട്. കാട്ടിലെ വൻമരങ്ങളുടെ കൊമ്പുകളിലും പാറക്കൂട്ടങ്ങളിലും നഗരങ്ങളിലെ വലിയ കെട്ടിടങ്ങളിലെ സൺഷെയ്ഡുകളിലും പാലങ്ങളുടെ അടിയിലുമൊക്കെ കാണുന്ന കുറച്ചുകൂടി വലിയ തേനീച്ചകളുണ്ട്. എപ്പിസ് ഡോർസാറ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുന്തേനീച്ചകൾ, വൻതേനീച്ചകൾ. ശല്യപ്പെടുത്തിയില്ലെങ്കിൽ വളരെ ശാന്ത സ്വഭാവം കാണിക്കുന്നവരാണെങ്കിലും പ്രകോപിപ്പിക്കപ്പെട്ടാൽ ഇവർ നന്നായി ആക്രമിക്കും. പരുന്തുകളും മറ്റും ആക്രമിച്ച് ഈ കൂടിളകിയാൽ ആ സമയത്ത് നമ്മൾ അതിനു ചുറ്റും എങ്ങാനും എത്തിയാൽ
നമുക്കും കുത്ത് കിട്ടും. കുറച്ച് തേനീച്ചകളുടെ കുത്ത് കിട്ടിയാൽ തന്നെ ചിലപ്പോൾ മാരകമാകും, മരണം വരെ സംഭവിക്കും. ചില പ്രദേശങ്ങളിൽ ഇത്തരം തേനീച്ചക്കൂടുകളെ കടന്നൽ കൂടുകൾ എന്ന് തെറ്റായിട്ട് വിളിക്കാറുമുണ്ട്. അത്തരം തേനീച്ചകളെയും കടന്നലുകളുടെയും വിഷമുള്ളുകളെയും അവയുടെ വിഷ സ്വഭാവത്തെയും കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവർ ദയവായി കാണുക. പരുന്തുകളും കടന്നലുകളും ഒക്കെ ഇത്തരത്തിലുള്ള തേനീച്ചക്കൂടുകൾ ആക്രമിക്കുകയും അവയിലെ ലാർവ പുഴുക്കളെ അടക്കം ഭക്ഷണമാക്കുകയും ചെയ്യും. കാട്ടിനുള്ളിൽ കരടികൾ വൻമരങ്ങളുടെ മുകളിൽ അടക്കം കയറി ഇത്തരത്തിലുള്ള തേനടകൾ അടർത്തി തേൻ കുടിക്കും. ഈ ഇനത്തിൽപ്പെട്ട തേനീച്ചകൾ 1 അടി മുതൽ 4 അടി വരെ നീളത്തിലുള്ള അർദ്ധവൃത്താകൃതിയിൽ ഞാന്നു കിടക്കുന്ന ഒറ്റൊരു അട മാത്രമുള്ള തേൻകൂടുകളാണ് ഉണ്ടാക്കുക. ഇവരെ കൂടാതെ ടെട്രാഗോണുല ഇറിഡിപ്പെനിസ് എന്ന ശാസ്ത്രനാമമുള്ള ചെറുതേനീച്ചയും എപ്പിസ് ഫ്ലോറിയ എന്ന പേരുള്ള കോൽത്തേനീച്ചയും നമ്മുടെ നാട്ടിലുണ്ട്. മികച്ച സാമൂഹ്യ ജീവിതം നയിക്കുന്ന പ്രാണികളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിലുള്ളവരാണ് തേനീച്ചകൾ. ഉറുമ്പുകളും ചിതലുകളും ചിലയിനം കടന്നലുകളും ഒക്കെ ഇത്തരത്തിലുള്ള സാമൂഹ്യ ജീവിതം നയിക്കുന്ന പ്രാണികളാണ്. മനുഷ്യകഥകളിൽ രാജാവിൻ്റെ ഭാര്യയായതിൻ്റെ പദവിയും അധികാരവും ഒക്കെയുള്ള ഒരാൾ മാത്രമാണല്ലോ റാണി. അവരുടെ പിന്മുറക്കാരാവും അടുത്ത അധികാരികൾ. പക്ഷേ സോഷ്യൽ ഇൻസെക്റ്റുകളുടെ കാര്യത്തിൽ ആണിന് രാജാവിന് അങ്ങനെ പ്രത്യേക പദവിയൊന്നുമില്ല, അധികാരവുമില്ല. കോളനി ഉണ്ടാക്കുന്നതിന് മുമ്പ് വിവാഹ പറക്കലിനിടയിൽ മറ്റൊരു കൂട്ടിലെ കന്യകപ്പെണ്ണുമായിട്ട് ഇണചേർന്ന് അപ്പോൾ തന്നെ മരിച്ചു പോകുന്നവരാണ് ആൺ തേനീച്ചകൾ. ഇണചേർന്ന് തിരിച്ചു വരുന്ന പെൺ തേനീച്ചയാണ് റാണിയാവുന്നത്. ആ പെൺ തേനീച്ചയെ ചുറ്റിപ്പറ്റിയാണ് ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതം. സ്വന്തം തേനീച്ചക്കൂട്ടിൽ നിന്നും പിന്നീട് ഒരിക്കലും റാണി തേനീച്ച പുറത്തു പോകുന്നില്ല, ഇണചേരുന്നുമില്ല. രൂപത്തിലും വലിപ്പത്തിലും അല്പം വ്യത്യാസമുള്ളതിനാൽ റാണി തേനീച്ചയെ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണെന്ന് മാത്രം. റാണി തേനീച്ചയുടെ പ്രധാന ഭക്ഷണം ചെറുപ്പക്കാരികളായിട്ടുള്ള വർക്കർ ബീകളുടെ തലയിലെ ഒരു ഗ്രന്ഥിയിൽ നിന്ന് ഊറി വരുന്ന റോയൽ ജെല്ലി എന്ന് പറയുന്ന പോഷക പദാർത്ഥമാണ്. 3 വർഷത്തിലേറെ ജീവിക്കുന്ന ഈ റാണി ഇണചേരാനും കൂടുപിരിയാനും ഒക്കെ ആയിട്ട് 2-3 പ്രാവശ്യം മാത്രമാണ് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ആകെ ജീവിതത്തിൽ. നമ്മുടെ നാട്ടിലെ എല്ലാതരം തേനീച്ചകളെക്കുറിച്ചും അവയുടെ കോളനിക്കുള്ളിലെ ജീവിതത്തെക്കുറിച്ചും ഹൈറാർക്കികളെക്കുറിച്ചും പുതിയ റാണികൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചും വിശദമായിട്ടുള്ളൊരു വീഡിയോ വേറെ തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് തൽക്കാലം തേനീച്ചകൾ എങ്ങനെയാണ് പരസ്പരം ആശയവിനിമയം ചെയ്യുന്നത് എന്ന കാര്യത്തിലേക്ക് വരാം. അവരുടെ കൂടിനെ കോളനിയെ ആക്രമിക്കുന്നവരുടെ പിറകെ പോയി പറന്ന് കുത്തി എട്ടിൻ്റെ പണി കൊടുക്കാൻ മാത്രമല്ല വർക്കർ തേനീച്ചകൾക്ക് അറിയുക, വേറൊരു തരം എട്ടിൻ്റെ പണി കൂടി അവർക്കറിയാം. അതുപയോഗിച്ച് നമ്മുടെ GPS സംവിധാനം പോലെ കൃത്യതയോടെ വളരെ ദൂരെ കണ്ടെത്തിയ പൂമരക്കമ്പിലേക്കുള്ള വഴി കൂടി സഹ ഈച്ചകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേലക്കാരി ഈച്ചകൾക്ക് പറ്റും. കോൾ വോൺ ഫിഷ് എന്ന ആസ്ട്രിയൻ ശാസ്ത്രജ്ഞന് 1973 നൊബേൽ പുരസ്കാരം നേടിക്കൊടുത്തത് ഈ ആശയവിനിമയ തന്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തിയതിനാണ് എന്ന് പറഞ്ഞല്ലോ. തേനീച്ച കോളനിയിലെ പെൺ തേനീച്ചകളാണല്ലോ ജോലികളൊക്കെ ചെയ്യുന്നത്. അവരാണ് പല ദൂരം താണ്ടി ഇത്തിരി മധുരം എവിടെയെങ്കിലും ഉണ്ടോ, പൂമ്പൊടിയുണ്ടോ, വെള്ളമുണ്ടോ എന്നൊക്കെ കണ്ടെത്തി പാറി നടന്ന് കോളനിക്ക് ആവശ്യമായ അതെല്ലാം ശേഖരിച്ച് തിരിച്ചു കൊണ്ടുവരുന്നത്. പറന്നൊരു തേനീച്ച ഒറ്റയ്ക്ക് ദൂരെയുള്ള ഒരു പൂമരം കണ്ടെത്തി എന്ന് വിചാരിക്കുക. പൂക്കളിൽ നിന്നും തേൻ സന്തോഷത്തോടെ വായിൽ നിറക്കും, കാലിനടിയിലെ കൊട്ടയിൽ പൂമ്പൊടി കോരിപ്പിടിക്കും. അത് കഴിഞ്ഞ് കൂട്ടിലേക്ക് കുതിച്ച് പറന്നൊരു വരവുണ്ട്. ഞാനിതാ തേൻ നിറഞ്ഞൊരിടം, പൂക്കൾ നിറഞ്ഞൊരിടം കണ്ടെത്തിയിരിക്കുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു വെമ്പലോടെയാണ് ആ വരവ്. കൂട്ടിലെത്തി ആഹ്ലാദത്തോടെ ആ ഒരു സ്ഥലം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. വാക്കുകൾ കൊണ്ട് സാധ്യമല്ലാത്തതിനാൽ ഒരുതരം കോഡിംഗ് സഞ്ചാരം വഴിയാണ് ഇത് മറ്റുള്ളവർക്ക് തേനീച്ച പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കത് കണ്ടാൽ ഒരു തരം ഡാൻസ് പരിപാടി പോലെ തോന്നും. ഇതിനായി ചില തയ്യാറെടുപ്പുകളുണ്ട്. ആദ്യം പിടച്ച് കുഴഞ്ഞ് കുതറി കുറേ കാഴ്ചക്കാരെ ആകർഷിക്കും. കൂട്ടിലുള്ള മറ്റ് വേലക്കാരി തേനീച്ചകളുടെ മുകളിൽ കയറി ചറപറ നടത്തമാണ് അതിനുള്ള ഒരു പണി. കൂടെ ശരീരത്തിൻ്റെ പിൻഭാഗം ശക്തിയിൽ ഇരുഭാഗത്തേക്കും വിറപ്പിക്കും. മറ്റുള്ളവർക്ക് കാര്യം മനസ്സിലാകാൻ അത് മതി. ഹലോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് വിളിച്ചു പറയുന്നത് പോലെയാണ് ഈ കുലുക്കൽ. എല്ലാവരും ഒരു ഇത്തിരി സ്ഥലം ഒഴിഞ്ഞു കൊടുക്കും. പഴയ തെരുവ് സർക്കസുകാർ നഗര തിരക്കിനിടയിൽ അവരുടെ പരിപാടി ഒരുക്കാൻ സ്ഥലം ഒരുക്കുന്നത് പോലെ തോന്നും. നൃത്തവേദി അങ്ങനെ ഒഴിഞ്ഞു കിട്ടും. പിന്നെ ഉഗ്രൻ ഡാൻസാണ്. ചുറ്റും കൂടിയ വേലക്കാരി ഈച്ചകൾ അതൊക്കെ സശ്രദ്ധം നിരീക്ഷിക്കും. അവർക്ക് ഈ ഡാൻസ് ഒരു വെറും ഡപ്പംകുത്ത് കളിയല്ല, പുതിയ തേനിടത്തിലേക്ക് എത്താനുള്ള റൂട്ട് മാപ്പാണത്. കോൾ വോൺ ഫിഷ് 1927 ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഡാൻസിങ് ബീസ്, നൃത്തം ചെയ്യുന്ന തേനീച്ചകൾ എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇവ എങ്ങനെ പരസ്പരം ആശയവിനിമയം ചെയ്യുന്നു എന്ന കാര്യത്തിൽ ഗാഢമായിട്ടുള്ള പഠനങ്ങൾ അദ്ദേഹം പിന്നീട് നടത്തി. ഈ കണ്ടെത്തലുകൾക്കാണ് വൈദ്യശാസ്ത്രം ശരീരശാസ്ത്രം വിഭാഗത്തിൽ 1973 നൊബേൽ പുരസ്കാരം മറ്റ് 2 പേർക്കുമൊപ്പം അദ്ദേഹം പങ്കുവെച്ചത്. തേൻ കണ്ടെത്തി തിരിച്ചെത്തിയ വേലക്കാരി തേനീച്ചയ്ക്ക് 2 വിധത്തിലുള്ള ഡാൻസ് ഉണ്ട്. ഒന്ന് വട്ടത്തിലും മറ്റൊന്ന് 8 എന്ന് എഴുതിയ വിധത്തിലും. നടത്തവും ഓട്ടവും കൂടിക്കുഴഞ്ഞ ഒരു തരം നൃത്തരൂപം. 8 എന്ന് എഴുതിയതുപോലെയുള്ള ഡാൻസിലൂടെയാണ് പ്രധാനമായിട്ടും തേനീച്ചകൾ അവയുടെ ആശയവിനിമയം നടത്തുന്നത്. ആ നൃത്തം ശ്രദ്ധിച്ചാൽ തേൻ എവിടെയാണെന്നുള്ള സ്ഥലത്തെ ദിശയും
ദൂരവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 100 മീറ്ററിനുള്ളിലാണ് തേൻ കണ്ടെത്തിയതെങ്കിൽ കൂടിൻ്റെ ലംബമായി നിന്ന് ഒരു ഭാഗത്തേക്ക് വൃത്തത്തിലോടുന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്നതിന് ശേഷം എതിർദിശയിലേക്കും വൃത്തരൂപത്തിലോടും. ഇതാണ് റൗണ്ട് ഡാൻസ്. തേനും പൂമ്പൊടിയും ഉള്ള സ്ഥലം 100 മീറ്ററിനും അപ്പുറമാണെങ്കിൽ തിരിച്ചു വന്ന തേനീച്ച വോഗൽ ഡാൻസ് ആണ് ചെയ്യുക. ആദ്യം അത് അതിൻ്റെ പിൻഭാഗം വേഗത്തിൽ കുലുക്കി നേരെ ഓടും. പിന്നെ അത് തിരിഞ്ഞ് അർദ്ധവൃത്താകൃതിയിലോടും. തിരിഞ്ഞ് ഒന്നുകൂടി നേരെ കുലുക്കി ഓട്ടം. പിന്നെ എതിർദിശയിൽ അർദ്ധവൃത്താകൃതിയിലുള്ള ഓട്ടം. 8 എന്ന് എഴുതിയതുപോലെ ഉണ്ടാവും ഈ കുലുക്കി ഓട്ട ഡാൻസ് പരിപാടി. പിൻഭാഗം കുലുക്കിയുള്ള ചറപറ ഓട്ടത്തിൻ്റെ വേഗത, അതിനെടുക്കുന്ന സമയം എന്നിവയിൽ നിന്ന് മറ്റു തേനീച്ചകൾ തേൻ കണ്ട സ്ഥലത്തേക്കുള്ള ദൂരം കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളും. 6 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യം പോലും കൃത്യമായി തേനീച്ചകൾക്ക് ഈ കുലുക്കി ഓട്ടത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സൂര്യൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി 8 എന്ന് എഴുതിയതിൻ്റെ നടുവിലൂടെ നേർരേഖയിലുള്ള കുലുക്കി ഓട്ടത്തിൻ്റെ കോണളവ് കൃത്യമായ ദിശാസൂചനയായിരിക്കും. ഇതിനിടയിൽ കൊണ്ടുവന്ന തേനും പൂമ്പൊടിയും ഒക്കെ മറ്റുള്ളവർക്ക് അല്പം രുചിക്കാൻ കൊടുക്കുകയും ചെയ്യും. അതുവഴി ഏതിനും പൂവാണ്, എത്രമാത്രം തേൻ ഉള്ളതാണ് എന്ന വിവരങ്ങൾ കൂടി കൈമാറും. മേഘാവൃതമായ കാലാവസ്ഥയിൽ സൂര്യനെ കാണാൻ കഴിയാത്ത സമയത്തും തേനീച്ച സ്ഥല നിർണയം നടത്തും. തേനീച്ചകൾക്ക് വർണ്ണക്കാഴ്ചകൾ കാണാൻ കഴിയുമെന്ന് തെളിയിച്ചതും കാൾ വോൺ ഫിഷാണ്. അവയുടെ കാഴ്ച നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമാണെന്ന് മാത്രം. ദൃശ്യപ്രകാശ സ്പെക്ട്രത്തിൽ ചുവപ്പ് വർണ്ണത്തിൽ നിന്നും പിറകിലേക്ക് ഒരു ചെറിയ ഷിഫ്റ്റ് ഉണ്ടെന്ന് മാത്രം. ചുവപ്പ് നിറം കാണാനാവില്ലെങ്കിലും അവയ്ക്ക് അൾട്രാവയലറ്റിൻ്റെ ഒരു ഭാഗം ദൃശ്യമാകും. കുലുക്കിത്തക്കത്തി ഓട്ടം വഴിയാണ് ഇവർ കാര്യങ്ങൾ പരസ്പരം കൈമാറുന്നത് എന്നത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഭൂമിയിലെ പല ജീവികളും പരസ്പരം പല കാര്യങ്ങളും കൈമാറുന്നതിന് ഇതുപോലെ എന്തെല്ലാം വഴികൾ ഉപയോഗിക്കുന്നുണ്ടാകും. നമുക്കിനിയും ജീവലോകത്ത് നിന്ന് എന്തെല്ലാം പഠിക്കാനുണ്ടാകും. ഇതുപോലെ തേനീച്ചകളുടെ അതിജീവന തന്ത്രങ്ങളും വളരെ അമ്പരപ്പിക്കുന്നതാണ്. കടന്നലുകളാണ് ഇവരെ കാര്യമായി കൂട്ടമായി ആക്രമിക്കുക. അത് പ്രതിരോധിക്കൽ അത്ര എളുപ്പമല്ലെങ്കിലും ഇവർ ചിലപ്പോൾ തിരിച്ച് 8ൻ്റെ പണി കടന്നലുകൾക്ക് കൊടുക്കും. അതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ പറയാം. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ വളരെ ചെറിയ പ്രാണികൾ മുതൽ വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.